ബി.ജെ.പിയുടെ പ്രതിനിധി, കേന്ദ്ര ഭരണം നയിക്കുന്ന പ്രമുഖ രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് പി കൃഷ്ണദാസിനോടാണ് എൻ്റെ ചോദ്യം. താങ്കൾ ശ്രദ്ധിച്ചു കാണും, കേരളത്തിൽ നിയമസഭ ഇന്ന് ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവർക്ക് ചരമോപചാരം അർപ്പിച്ചു. അവിടെ പ്രകടിതമായ വികാരം ഇതുവരെ ദുരന്തം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടും താൽക്കാലിക സഹായം പോലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയില്ല എന്നതാണ്. എന്തെങ്കിലും ഒരു മറുപടി അതിന് പറയാനുണ്ടോ? ബി.ജെ.പിയുടെ നേതാക്കൾ, കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി അടക്കം നൽകുന്ന സൂചന, കൊടുത്ത കണക്കുകൾ ശരിയായില്ല, വേണ്ട പോലെ നിവേദനങ്ങൾ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് സഹായമില്ല എന്ന സൂചനയാണ് നൽകുന്നത്. സഹായമില്ല എന്ന് പറയുന്നില്ല, അവിടെ ചോദിക്കൂ, ഇവിടെ ചോദിക്കൂ, അവരോട് ചോദിക്കൂ എന്നൊക്കെയാണ് പറയുന്നത്. ഇത് മതിയായ സമാധാനമാണോ? 2 മാസമായിട്ടും താൽക്കാലിക സഹായം പോലും നൽകിയിട്ടില്ല, ശരിയാണോ? ശ്രീ ചന്ദ്രശേഖരൻ, ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഈ ദുരന്തമുണ്ടായതിനു ശേഷം കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ വകുപ്പുകളും ഒരു ദുരന്തമുഖത്ത് ഏതൊക്കെ തരത്തിലാണോ ഇടപെടേണ്ടത് ആ എല്ലാ മേഖലയിലും ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു. സൈന്യമടക്കം രംഗത്തിറങ്ങി അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഭാഗമായിരുന്നു. അത് വയനാട്ടിലെ അപ്പോഴത്തെ സാഹചര്യം, ആ ദുരന്തമുഖത്ത് നേരിടേണ്ട അടിയന്തര സാഹചര്യത്തിന്റെ എല്ലാ ഘട്ടത്തിലും എന്തൊക്കെയാണോ നടത്തേണ്ടത് ആ പ്രവർത്തനങ്ങളെല്ലാം കേന്ദ്രമന്ത്രിമാരടക്കം സംസ്ഥാന ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും അടക്കമുള്ള ആളുകൾ ഇവരെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് ആ ദുരന്തമുഖത്ത് നിന്ന് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. അതിനുശേഷം നടക്കുന്ന പ്രക്രിയയെ സംബന്ധിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചയും അങ്ങയുടെ ചോദ്യം. സ്വാഭാവികമായും ഇത് ഒരു പാർട്ടി എന്നുള്ള നിലക്ക് ബി.ജെ.പി ഒരു ഉത്തരം പറയേണ്ട കാര്യമല്ലല്ലോ. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും പരസ്പരം നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന അപേക്ഷയുടെയോ അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന കണക്കുകളുടെയോ അടിസ്ഥാനത്തിൽ അത് പരിശോധന നടത്തി അതിൽ എത്രയാണ് അർഹമായിട്ടുള്ളത്, അതല്ലെങ്കിൽ എത്രയാണ് കേന്ദ്ര ഗവൺമെന്റ് നൽകാൻ കഴിയുന്നത്, അതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ്. സ്വാഭാവികമായും സംസ്ഥാന ഗവൺമെന്റ് അതിന്റെ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ അതിന്റെ കണക്കുകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ചെലവുകളും എല്ലാം ഏതെല്ലാം ഘട്ടത്തിൽ ഏതെല്ലാം ഖണ്ഡികകളിലാണോ അതല്ലെങ്കിൽ ഏതെല്ലാം ഹെഡുകളിലാണോ അത് ലഭിക്കേണ്ടത് അതനുസരിച്ച് നടക്കുന്ന ഒരു പ്രോസസ്സിന്റെ, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഒരു പ്രോസസ്സിന്റെ ഭാഗമായി മാത്രമേ അതിന് നൽകാൻ വേണ്ടി കഴിയൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റുമായി നടക്കുന്ന സർക്കാർ തലത്തിലുള്ള ഇടപാടുകളാണ്. ഇന്ന് അങ്ങ് ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് ചോദിച്ചതും അതുപോലെ തന്നെ മിനിസ്റ്റർ അതിനായി ഉത്തരം പറഞ്ഞതും എല്ലാം അതിന്റെ ആദ്യ ഭാഗം ഏതാണ്ട് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയായിരുന്നു. പക്ഷെ അതിന്റെ രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഈ തരത്തിലുള്ള ചർച്ചകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഗുണകരമാണോ എന്നുള്ളത് അങ്ങും ആലോചിക്കേണ്ടതാണ്, ബഹുമാനപ്പെട്ട മന്ത്രിയും ആലോചിക്കേണ്ടതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അടക്കം അങ്ങ് സൂചിപ്പിച്ചതുപോലെ കേന്ദ്രമന്ത്രിമാരും ഗവർണർമാരും അടക്കമുള്ള ആളുകൾ അവരെല്ലാം ഒത്തുചേർന്നുകൊണ്ട്, അത് ഞാനൊരു വിഭാഗം ആളുകൾ എന്ന നിലക്കല്ല, സംസ്ഥാന ഗവൺമെന്റിലെ എല്ലാ വിഭാഗം ആളുകളും ഉൾപ്പെടെ, അത് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലെയും എല്ലാ ഭരണ സംവിധാനങ്ങളിലെയും പെട്ടിട്ടുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ്, ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ്, പോലീസും സേനയും എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ദുരന്തമുഖത്ത് നിന്ന് കരകയറാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ധനസഹായത്തെ സംബന്ധിച്ചും അതിന്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ചും ബഹുമാനപ്പെട്ട കോടതി ഇന്ന് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ അടക്കം അത് കോടതി ഏതെങ്കിലും തരത്തിൽ വിമർശിച്ചു എന്നോ ഏതെങ്കിലും തരത്തിൽ ഒരു പരാമർശം നടത്തിയെന്നോ ഞാൻ കാണുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ബഹുമാനപ്പെട്ട അമിക്കസ് ക്യൂറി കോടതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നു. ആ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് വസ്തുത എന്നുള്ളതിനെ സംബന്ധിച്ചോ എന്താണ് അതിന്റെ നടപടിക്രമങ്ങൾ എന്നുള്ളതിനെ സംബന്ധിച്ചോ കോടതി വസ്തുനിഷ്ഠമായിട്ടുള്ള റിപ്പോർട്ടുകൾ ആവശ്യപ്പെടുന്നു. അത് സംസ്ഥാന ഗവൺമെന്റിനോടാണ് ബഹുമാനപ്പെട്ട കോടതി ഏറ്റവും ആദ്യം അത് ആവശ്യപ്പെട്ടത്. അത് കെൽസിയോടാണ് രണ്ടാമതായി ആവശ്യപ്പെട്ടത്, ഇതിന്റെ നടപടിക്രമങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ സംസ്ഥാന ദുരന്ത നിവാരണ ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അതിന്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ചും ആരായുന്ന കൂട്ടത്തിലാണ് കോടതി അമിക്കസ് ക്യൂറിയുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റിനോട് എന്താണ് നടപടികൾ എന്നുള്ളത് അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് അതിൽ പ്രത്യേകമായി എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ, സംസ്ഥാനത്തിന്റെ മന്ത്രിമാർ, അവർ ഔദ്യോഗികമായി അങ്ങനെ ഒരു പരാതി ഉന്നയിച്ചിട്ടില്ലല്ലോ. സംസ്ഥാന ഗവൺമെന്റിന് ആ തരത്തിലൊരു പരാതി ഉണ്ട്.
സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് ഈ തരത്തിൽ പണം കിട്ടാനുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കൊരു കാലവിളംബമുണ്ടായി, ഞങ്ങൾക്കത് കിട്ടിയിട്ടില്ല, ഞങ്ങളത് നേടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, അങ്ങനെ ഒരു പരാതിയോ അങ്ങനെ ഒരു വിമർശനമോ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി ഞാൻ കേട്ടിട്ടില്ല. ഇനി അങ്ങനെയൊക്കെ കേട്ടെങ്കിൽ തിരുത്താം, അതിൽ തെറ്റൊന്നും കാണുന്നില്ല. പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നതിനുള്ള മാനദണ്ഡം അത് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും, അത് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനത്തിന്റെ കാര്യത്തിലാണെങ്കിലും അത് എടുക്കേണ്ടതാണ്. അത് അടിയന്തരമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കേണ്ടത്. അത് ഏതെങ്കിലും തരത്തിൽ ഒരു പരിഗണനക്കുറവിന്റെ ഭാഗമായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങളുടെ തെറ്റായ സമയക്രമം പാലിക്കുന്നതിന്റെ ഭാഗമായിട്ടോ ഒന്നുമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു നടപടിക്രമം പൂർത്തിയാക്കിയതിനു ശേഷം ലഭിക്കുന്ന പ്രോസസ്സിന്റെ ഭാഗമാണ്. കേരളത്തിന് ധനസഹായം കൊടുക്കാത്ത കേന്ദ്ര ഗവൺമെന്റാണ് കേന്ദ്രത്തിലിരിക്കുന്നത്. ബി.ജെ.പിയുടെ ഗവൺമെന്റ് ആ തരത്തിലുള്ള ഗവൺമെന്റാണ്. അങ്ങനെ ഒരു പരാതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2 തവണ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പൊതുസമൂഹത്തിൽ പറയുകയോ ചെയ്തിട്ടില്ലല്ലോ. അതിന്റെ അർത്ഥം സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെന്റും തമ്മിൽ ഈ കാര്യത്തിൽ സുദൃഢമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ആലോചനകൾ നടക്കുന്നു എന്നുള്ളതാണ്. അതിനർത്ഥം അവിടെ എല്ലാം പരിഹരിക്കപ്പെട്ടു എന്നല്ലല്ലോ. അങ്ങനെ ഒരു വിവക്ഷ കോടതിയിലും ഇന്ന് വന്നിട്ടില്ല. കോടതിയും അതിൽ പരാതികളുള്ള ആളുകളെ സംബന്ധിച്ച്, ഇനിയും കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് കിട്ടേണ്ട സാഹചര്യങ്ങളെ സംബന്ധിച്ച് അത് കിട്ടാനുള്ള സമയം എത്രയും പെട്ടെന്ന് ചുരുക്കി നൽകണം എന്നുള്ളത് മാത്രമാണ്. ഒരാഴ്ചക്കുള്ളിൽ അതിൽ നടപടി ഉണ്ടാകണം, താമസ സ്ഥലം ഒരുക്കാത്ത ആളുകൾക്ക് നടപടി ഉണ്ടാകണം എന്നെല്ലാമാണ്. അവിടെ ഇനിയും പരിഹരിക്കപ്പെടേണ്ട നിരവധി ആ പ്രദേശമടക്കം പുനർനിർമ്മിക്കേണ്ടതോ അല്ലെങ്കിൽ അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കേണ്ടതോ ആയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അതിന്റെ സമയവും സാഹചര്യവും അതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തമാണ്. നടപടിക്രമങ്ങളും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും പൂർത്തിയാക്കാനുണ്ട്, പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ശക്തമായി നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങളും ഒപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾ സ്വീകരിക്കേണ്ട ഉദ്യോഗസ്ഥന്മാരും റിപ്പോർട്ടുകൾ തയ്യാറാക്കേണ്ടവരും അടക്കമുള്ള ആളുകൾ അവിടെ പ്രത്യേകമായിട്ടുള്ള അന്വേഷണ സംഘം വന്നിരുന്നു. അതിന്റെ പരിശോധനകൾ നടത്തിയിരുന്നു, അതിന്റെ കണക്കെടുപ്പുകൾ നടത്തിയിരുന്നു. അപ്പൊ അതെല്ലാം സൂചിപ്പിക്കുന്നത് വളരെ ഗൗരവമായി തന്നെ വളരെ ദ്രുതഗതിയിൽ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കേവലം ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ അവിടെ വന്നതിന്റെ ആ വ്യക്തമാണ്. പ്രദേശം സന്ദർശിക്കുകയും അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും നടപടികൾ സ്വീകരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് 2 സർക്കാരുകൾ തമ്മിൽ നടക്കുന്ന നടപടികൾ യെസ്. പൂർത്തിയാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുടെ ഭാഗം മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, തിരിച്ചു വരാം. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അതെ, ചർച്ചയ്ക്ക് പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കാണുന്നില്ല. ശരി ശരി.